Dear students, while preparing consolidated financial statement, ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട് അല്ലേ? നമ്മളതിൽ NCI പഠിച്ചു, ഗുഡ് വിൽ കാൽക്കുലേഷൻസ് പഠിച്ചു, പോസ്റ്റ് അക്വിസിഷൻ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഇതെല്ലാം നോക്കി. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദാറ്റ് ഈസ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉള്ള നെക്സ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഓയിങ്സ്. എന്താ ഈ മ്യൂച്വൽ ഓയിങ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇപ്പോൾ പാരൻറ്റ് കമ്പനിയും സബ്സിഡറി കമ്പനിയും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ലയബിലിറ്റീസ് കൊടുക്കാനോ മേടിക്കാനോ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇഫ് ദർ ഇസ് എനി മ്യൂച്വൽ ഓയിങ്സ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബിറ്റ്വീൻ പാരൻറ്റ് കമ്പനിയും സബ്സിഡറി കമ്പനിയുടെ ഇടയിൽ എന്തെങ്കിലും ഒരു മ്യൂച്വൽ ഓയിങ്സ് ഉണ്ടെങ്കിൽ ഇറ്റ് നോ നീഡ് ടു ഷോ ഇൻ ദ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ അത് കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ മ്യൂച്വൽ ഓയിങ്സ് ഉണ്ടെങ്കിൽ നോ നീഡ് ടു ഷോ ഇൻ ദ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് മ്യൂച്വൽ ഓയിങ്സ്, അതിൽ എന്തെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് വരുന്നത് എന്നുള്ളത് നോക്കാം. Okay, so while preparing the consolidated balance sheet, the mutual owings are not required to be shown. But mutual owings ഉണ്ടെങ്കിൽ അത് കാണിക്കേണ്ട ആവശ്യമുണ്ടോ? No need to show. They cancel out each other when appearing in the asset side as well as liability side. അപ്പോൾ ഇതെന്താവും, അത് ഓട്ടോമാറ്റിക്കലി കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്താവും, ക്യാൻസൽ ആയി പോകും. ഒരു കമ്പനിക്ക് അസറ്റ് ആവുന്നത് മറ്റേ കമ്പനിക്ക് എന്തായി മാറും, ലയബിലിറ്റി ആയി മാറും. സോ നെറ്റ് എഫക്റ്റ് എന്തായി മാറും, അത് ക്യാൻസലായി മാറും. ഒരു കമ്പനിയുടെ അസറ്റ് മറ്റേ കമ്പനിയുടെ ലയബിലിറ്റി ആയിരിക്കും, മറ്റേ കമ്പനിയുടെ ലയബിലിറ്റി വേറെ കമ്പനിയുടെ എന്തായി മാറും, അസറ്റ് ആയിരിക്കും. സോ റിവേഴ്സ് ആയിട്ട് മാറും. സോ ഇവിടെ എന്തായി മാറുകയാണ്, സോ നെറ്റ് എഫക്റ്റ് എന്താണ്, അത് ക്യാൻസലായി പോകും. ദെൻ they cancel each other when appearing in the asset side as well as liability side. Asset side liability side appear ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എന്തായി മാറും, ക്യാൻസലായി മാറും. Therefore, there is no need to show them as they should be eliminated. അതുകൊണ്ട് അതിന് എന്ത് കാണിക്കേണ്ട ആവശ്യമില്ല, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് കാണിക്കേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കലി എന്തായി മാറും, എലിമിനേറ്റ് ചെയ്ത് മാറും. അപ്പോൾ സം ഓഫ് ദ മ്യൂച്വൽ ഓയിങ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ട്രേഡ് ഡെറ്റേഴ്സ് ആൻഡ് ട്രേഡ് ക്രെഡിറ്റേഴ്സ്. ട്രേഡ് ഡെറ്റേഴ്സും ട്രേഡ് ക്രെഡിറ്റേഴ്സും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ സബ്സിഡറി കമ്പനിയും അതുപോലെ പാരൻറ്റ് കമ്പനിയും സബ്സിഡറി കമ്പനിയും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഗൂഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, ദാറ്റ് ഈസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരാൾ ഡെറ്ററായി മാറും, ഒരാൾ ക്രെഡിറ്ററായി മാറും. ഓക്കെ, അപ്പോൾ ഡെറ്റർ പറയുമ്പോൾ ഒരു കമ്പനിയുടെ അസറ്റ് സൈഡിൽ വരും, മറ്റേത് അതെന്തായി മാറും, ക്രെഡിറ്ററായി മാറും. സോ അതെന്താവും, ലയബിലിറ്റി സൈഡിലായി മാറും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇപ്പോൾ പാരൻറ്റ് കമ്പനിയും സബ്സിഡറി കമ്പനിയും രണ്ട് കമ്പനീസ് ഉണ്ട്. പാരൻറ്റ് കമ്പനി വന്നിട്ട് സബ്സിഡറി കമ്പനിക്ക് ഒരു ഗുഡ്സ് സോൾഡ് ചെയ്യുകയാണെന്ന് വെക്കുക. അപ്പോൾ 10,000 വർത്ത് ഗുഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, വിൽക്കുന്നുണ്ട് പാരൻറ്റ് കമ്പനി സബ്സിഡറി കമ്പനിക്ക്. അപ്പോൾ ഇതിന് പൈസ കൊടുത്തിട്ടില്ല, ക്രെഡിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പാരൻറ്റ് കമ്പനിക്ക് എന്തുണ്ട്, ഈ 10,000 വർത്ത് ഗുഡ്സിൻ്റെ പൈസ കിട്ടാനുണ്ട്, ഓക്കെ, മണി കിട്ടാനുണ്ട്. അപ്പോൾ ഇത് പാരൻറ്റ് കമ്പനിയുടെ അക്കൗണ്ടിൽ എന്തായി മാറും, ഡെറ്ററാണ്, ബാലൻസ് ഷീറ്റിൽ ഡെറ്ററാണ്. അതേസമയം ഇത് സബ്സിഡറി കമ്പനിക്ക് എന്താണ്, പൈസ കൊടുക്കാനുണ്ട് ആർക്ക്, പാരൻറ്റ് കമ്പനിക്ക്. അപ്പോൾ സബ്സിഡറി കമ്പനിയുടെ ബുക്സിൽ ഇതെന്തായി മാറും, ക്രെഡിറ്ററായി മാറുകയാണ്. സോ ഹിയർ ഇൻ ദ പാരൻറ്റ് കമ്പനി ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത്, ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് പാരൻറ്റ് കമ്പനിക്ക് അതൊരു ഡെറ്ററും, അതേ സെയിം ട്രാൻസാക്ഷൻ സബ്സിഡറി കമ്പനിക്ക് എന്തായി മാറുകയാണ്, ക്രെഡിറ്ററായി മാറുകയാണ്. അപ്പോൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡെറ്ററുടെ സൈഡിൽ 10,000 വരും, അറ്റ് ദ സെയിം ടൈം ക്രെഡിറ്ററുടെ സൈഡിലും എന്ത് വരും, ലയബിലിറ്റി സൈഡിലും എന്ത് വരും, 10,000 വരും. ഡെറ്റർ സൈഡ് മീൻസ് എന്താണ്, അസറ്റ് സൈഡ്. സോ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അസറ്റ് സൈഡിലും ഒരു 10,000 വരും, അറ്റ് ദ സെയിം ടൈം ലയബിലിറ്റി സൈഡിലും എന്ത് വരികയാണ്, ഒരു 10,000 വരികയാണ്. സോ നെറ്റ് എഫക്റ്റ് എന്തായി മാറുകയാണ്, അസറ്റ് സൈഡിലും ലയബിലിറ്റി സൈഡിലും 10,000 പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസലായി മാറും. ഓക്കെ, അതാണ് ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. ട്രേഡ് ഡെറ്റേഴ്സ് ആൻഡ് ട്രേഡ് ക്രെഡിറ്റേഴ്സ്. ഗുഡ്സ് ആർ സോൾഡ് ബൈ ദ ഹോൾഡിംഗ് ഓഫ് പാരൻറ്റ് കമ്പനി ടു ദ സബ്സിഡറി കമ്പനി. പാരൻറ്റ് കമ്പനി എന്ത് ചെയ്യണം, സബ്സിഡറി കമ്പനിക്ക് ഗുഡ്സ് വിൽക്കുക. വൈസ് വേഴ്സ, തിരിച്ച് ഇപ്പോൾ സബ്സിഡറി കമ്പനി പാരൻറ്റ് കമ്പനിക്ക് വിൽക്കുകയാണെങ്കിലും ഓൺ ക്രെഡിറ്റിൽ വിൽക്കുന്ന സമയത്ത് ദ പേയ്മെൻറ്റ് ഈസ് സ്റ്റിൽ ഔട്ട്സ്റ്റാൻഡിങ്, പേയ്മെൻറ്റ് എന്ത് ചെയ്യാനുണ്ട്, കൊടുക്കാനുണ്ട് അല്ലേ, അത് കൊടുത്തിട്ടില്ല. ദിസ് വിൽ ഷോൺ ഇൻ ദ സൺട്രി ഡെറ്റേഴ്സ് ഓൺ ദ ബാലൻസ് ഷീറ്റ് ഓൺ വൺ കമ്പനി ആൻഡ് ദ സൺട്രി ക്രെഡിറ്റേഴ്സ് ഓൺ ദ ബാലൻസ് ഷീറ്റ് ഓഫ് അനദർ കമ്പനി.
അപ്പോൾ ഇവിടെ ഇങ്ങനെ ക്രെഡിറ്റിൽ ഗുഡ്സ് വിൽക്കുക ചെയ്യുന്ന സമയത്ത് ഒരു കമ്പനിക്ക് എന്തായി മാറും, ബാലൻസ് ഷീറ്റിൽ സൺഡ്രി ഡെറ്റേഴ്സായി മാറും, വേറൊരു കമ്പനിക്ക് ബാലൻസ് ഷീറ്റിൽ എന്തായി മാറുകയാണ്, സൺഡ്രി ക്രെഡിറ്റേഴ്സായി മാറുകയാണ്. സോ ഇങ്ങനെ വരുന്ന സമയത്ത് ഇൻ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ബോത്ത് ഓഫ് ദം വിൽ ബി എലിമിനേറ്റഡ്. ഇത് രണ്ടും എന്തായി മാറും, ക്യാൻസലായി പോകും, എലിമിനേറ്റഡ് ആവും. ഇതേപോലെ തന്നെയാണ് ബിൽസ് റിസീവബിൾ ആൻഡ് ബിൽസ് പേയബിൾ. ഇപ്പോൾ ബിൽസ് ഡ്രോൺ ചെയ്യണം, ഒരു കമ്പനി വേറൊരു പാരന്റ് കമ്പനി സബ്സിഡറി കമ്പനിയുടെ മുകളിലോ അല്ലെങ്കിൽ സബ്സിഡറി കമ്പനി പാരന്റ് കമ്പനിയുടെ മുകളിലോ ബിൽസ് ഡ്രോ ചെയ്തിട്ട് ഒരു കമ്പനി ഡ്രോ ചെയ്ത് മറ്റേ കമ്പനി ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കമ്പനിക്ക് അതെന്തായി മാറും, ബിൽസ് റിസീവബിൾ ആണെങ്കിൽ മറ്റേ കമ്പനിക്ക് അതെന്താവും, ബിൽസ് പേയബിൾ ആയിരിക്കും. ബിൽസ് റിസീവബിൾ ഒരു കമ്പനിക്ക് അസറ്റ് സൈഡിലാവുമ്പോൾ ബിൽസ് പേയബിൾ മറ്റേ കമ്പനിക്ക് എന്തായി മാറും, ലയബിലിറ്റി സൈഡിലാവും. അപ്പോൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇതെന്തായി മാറും, ഓട്ടോമാറ്റിക്കലി ക്യാൻസലായി പോകും. ഇനി ഇതേപോലെ തന്നെയാണ് തേർഡ് വൺ പറയുന്നത് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ലോൺസ് ആൻഡ് അഡ്വാൻസസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പം ചിലപ്പോൾ പാരന്റ് കമ്പനി സബ്സിഡറി കമ്പനിക്ക് ലോൺ കൊടുക്കുക, അല്ലെങ്കിൽ തിരിച്ച് സബ്സിഡറി കമ്പനി പാരന്റ് കമ്പനിക്ക് ലോൺ കൊടുക്കുക. യൂഷ്വലി പാരന്റ് കമ്പനി ആയിരിക്കും സബ്സിഡറി കമ്പനിക്ക് എന്ത് കൊടുക്കുക, ലോണ് കൊടുക്കുന്നുണ്ടാവും. അപ്പം ലോൺ കൊടുക്കുന്ന സമയത്ത് സബ്സിഡറി കമ്പനിക്ക് അതെന്തായിരിക്കും, ലോൺ ആയിരിക്കും. ലോൺ ആയതുകൊണ്ട് സബ്സിഡറി കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡ് ആയിരിക്കും ലോൺ റെക്കോർഡ് ചെയ്യുക. അതേസമയം പാരന്റ് കമ്പനിക്ക് അതെന്താണ്, അഡ്വാൻസസ് ആണ്. കാരണം വേറൊരാൾക്ക് കൊടുത്തിരിക്കുകയാണ്, ലോൺ കൊടുത്തിരിക്കുകയാണ്. അപ്പം അതെന്തായിരിക്കും, പാരന്റ് കമ്പനിയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ അഡ്വാൻസ് ആണ്. അപ്പോൾ പാരന്റ് കമ്പനിയുടെ ബുക്കിൽ അത് എവിടെയായിരിക്കും, അസറ്റ് സൈഡ് ആയിരിക്കും റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ പാരന്റ് കമ്പനിയുടെ അസറ്റ് സൈഡിൽ എന്താണ്, അഡ്വാൻസസ് പറഞ്ഞ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. സബ്സിഡറി കമ്പനിയുടെ ബുക്സിൽ അതെന്തായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും, ലോൺ ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി കൺസോളിഡേറ്റഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതെന്താവും, ഒരു കമ്പനിയുടെ അസറ്റ് മറ്റേ കമ്പനിയുടെ ലയബിലിറ്റി, നെറ്റ് എഫക്റ്റ് എന്തായി മാറുകയാണ്, ക്യാൻസലായി മാറുകയാണ്. ഓക്കെ, സോ ഹിയർ യു സി ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഗിവൺ ബൈ വൺ കമ്പനി ടു ദ അതർ കമ്പനി ആർ ഓൾസോ ദ എക്സാമ്പിൾ ഓഫ് മ്യൂച്വൽ ഓയിങ്സ്. അതൊരു മ്യൂച്വൽ ഓയിങ്സിന്റെ എക്സാമ്പിൾ ആണ്. വിച്ച് ഷാൽ ബി എലിമിനേറ്റഡ്. അതും എന്തായി മാറും, എലിമിനേറ്റ് ആയി മാറും, ക്യാൻസലായി മാറും. Similarly, interest receivables and interest payable will also be eliminated. അതേപോലെ തന്നെയാണ് ഇൻട്രസ്റ്റ് റിസീവബിളും ഇൻട്രസ്റ്റ് പേയബിളും എന്താവും, ഓട്ടോമാറ്റിക്കലി ക്യാൻസലായി പോകും. ഇപ്പോൾ ലോൺസ് ആൻഡ് ലോൺസിന് എന്തുണ്ടാവും, ഇൻട്രസ്റ്റ് റിസീവബിൾ ഇൻട്രസ്റ്റ് പേയബിളും ഉണ്ടാവും. ഇപ്പോൾ പാരന്റ് കമ്പനിയാണ് ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഇൻട്രസ്റ്റ് പാരന്റ് കമ്പനിക്ക് എന്താണ്, ഇൻട്രസ്റ്റ് റിസീവബിൾ ആണ്. അതേസമയം സബ്സിഡറി കമ്പനിക്ക് അതിന് എന്താണ്, ഇൻട്രസ്റ്റ് പേയബിൾ ആയിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻട്രസ്റ്റ് റിസീവബിൾ ഒരു ഇൻകമും ഒരു എക്സ്പെൻസസും, നെറ്റ് എഫക്റ്റ് എന്തായി മാറുകയാണ്, ക്യാൻസലായി മാറുകയാണ്. ഇനി ഇതേപോലെ തന്നെയാണ് ഡിബഞ്ചേഴ്സ്. ഇപ്പോൾ ഡിബഞ്ചേഴ്സ് ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുമ്പോൾ ഒരു കമ്പനിക്ക് ആ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലയബിലിറ്റി ആയിരിക്കും. അതേസമയം മറ്റേ കമ്പനിക്ക് അതെന്താണ്, ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന കമ്പനിക്ക് അത് ലയബിലിറ്റി ആകുമ്പോൾ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡ് റെക്കോർഡ് ചെയ്യും. അത് ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യുന്ന കമ്പനിക്ക് അതെന്താണ്, ഇൻവെസ്റ്റ്മെന്റ് ആണ്. ബീങ് ഇറ്റ് ഇസ് എൻ ഇൻവെസ്റ്റ്മെന്റ് ഇറ്റ് വിൽ ബി റെക്കോർഡഡ് ഇൻ ദ അസറ്റ് സൈഡ് ഓഫ് ദ അതർ കമ്പനി. അപ്പോൾ ഇവിടെ രണ്ട് കമ്പനി, ഒരു കമ്പനിയുടെ അസറ്റ് സൈഡിൽ ഡിബഞ്ചേഴ്സ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യും, മറ്റേ കമ്പനിയുടെ അക്കൗണ്ടിൽ ഡിബഞ്ചേഴ്സ് എന്തായിട്ട് റെക്കോർഡ് ചെയ്യാണ്, ലയബിലിറ്റി സൈഡിൽ റെക്കോർഡ് ചെയ്യാണ്. ഇനി കൺസോളിഡേറ്റഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതെന്തായി മാറും, നെറ്റ് എഫക്റ്റ് എന്താവും, ക്യാൻസലായി പോകും. അതേപോലെ തന്നെയാണ് ഡിബഞ്ചറിനുള്ള ഇൻട്രസ്റ്റും. ഒരു കമ്പനിക്ക് ഇൻട്രസ്റ്റ് പേയബിൾ ആയിരിക്കും, മറ്റേ കമ്പനിക്ക് ഇൻട്രസ്റ്റ് എന്താണ്, റിസീവബിൾ ആയിരിക്കും. സോ ഇതും